ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മ്യൂറൽ പെയിൻറ്റിംഗ് ശൈലിയിൽ ഒരു ബോട്ടിൽ ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു നീളൻ കുപ്പിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ ബേസ് കോട്ടായിട്ട് നമുക്ക് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറഞ്ഞത് 2 കോട്ട് വൈറ്റ് എങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എൻ്റെ ബേസ് കോട്ടെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ഡിസൈൻ നമുക്ക് ഈ ബോട്ടിലേക്കൊന്ന് പകർത്തിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത് പകർത്തിയെടുത്തിട്ടുണ്ട്. കൂടാതെ പെൻസിൽ ഉപയോഗിച്ച് കുറച്ച് ഡിസൈനുകൾ കൂടി ഇതിനകത്ത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വരച്ചത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മ്യൂറൽ റെഡ് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം. ക്രിംസൺ റെഡ്, യെല്ലോ ഓക്കർ, ബേൺ സിയന്ന എന്നിവ മിക്സ് ചെയ്തിട്ടാണ് ഈ മ്യൂറൽ റെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഈ ഔട്ട്ലൈൻ എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് യെല്ലോ വാഷ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് യെല്ലോ ഓക്കർ ആണ് ഉപയോഗിക്കുന്നത്. ഈ വൈറ്റും ബ്ലാക്കും വരേണ്ട ഭാഗങ്ങൾ ഒഴികെ എല്ലായിടവും യെല്ലോ വാഷ് ചെയ്തെടുക്കുകയാണ്. കുപ്പിയിൽ തന്നെ ചെറിയ വിട്ടുകൾ പോലെയുണ്ട്. അതിനനുസരിച്ചാണ് ഈ മുകളിലും താഴെയുള്ള ഡിസൈനുകളുടെ വലിപ്പമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ക്യാപ്പിൻ്റെ ഭാഗത്ത് ഞാൻ യെല്ലോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ മ്യൂറൽ റെഡ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ഡോട്ടുകൾ പോലെ ഇട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ എല്ലാ വശങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ പോർഷനിലൊക്കെ നമുക്ക് ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും താഴെയും ബോട്ടിൽ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഔട്ട്ലൈൻ കൊടുത്ത എല്ലാ ഭാഗങ്ങളിലും ഒന്നുകൂടി ബ്ലാക്ക് കൊണ്ട് വരച്ചെടുക്കണം. ഇങ്ങനെ എല്ലാ പോർഷനും നമ്മൾ ബ്ലാക്ക് കൊണ്ട് തന്നെ വരച്ചെടുക്കണം. ഇതിനെ കറുപ്പെഴുതുക എന്നാണ് പറയുന്നത്.
ബ്ലാക്ക് എല്ലായിടവും വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇതിനകത്ത് ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കളറൊന്നും ഫെയ്ഡ് ആകാതെ അങ്ങ് നിലനിൽക്കും. തൽക്കാലം ഞാനത് ഇപ്പം ചെയ്യുന്നില്ല. ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പെയിൻറ്റിങ് രീതിയാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി പുതിയ വീഡിയോ കാണുന്നവരിക്കും ഗുഡ് ബൈ.